ഇന്നത്തെ വിഷയം മൊബൈൽ ഒറ്റപ്പെടലിന്റെ കാരണവും കൂട്ടായ്മയുടെ പാലവുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈകളിലുള്ള ഈ ചെറിയ ഉപകരണം ചിലപ്പോൾ ഒരു ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലെത്തിക്കുന്നു. മറ്റു ചിലപ്പോൾ തൊട്ടടുത്തിരിക്കുന്നവരെ പോലും നമ്മളിൽ നിന്ന് അകറ്റുന്നു. മൊബൈൽ ഫോൺ എന്ന ഈ അത്ഭുത ഉപകരണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ബന്ധങ്ങളുടെ മതിലുകൾ ഒരു കാലത്ത് നമ്മുടെ വീടുകളിൽ സന്ധ്യാനേരങ്ങളിൽ ചിരിയും കളിയുമെല്ലാമായിരുന്നു. എല്ലാവരും ഒന്നിച്ച് സംസാരിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് നാം ഒരേ വീട്ടിൽ, ഒരേ മുറിയിൽ, ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്നാലും ഓരോരുത്തരും അവരവരുടെ ലോകങ്ങളിലാണ്. കുട്ടികൾ അച്ഛനമ്മമാരോട് സംസാരിക്കാതെ ഫോണിൽ കളിക്കുന്നു. കൂട്ടുകാരുമായി നേരിട്ട് കാണുന്നതിന് പകരം ഓൺലൈൻ ചാറ്റുകളിൽ മുഴുകുന്നു. കുടുംബ ബന്ധങ്ങൾ പോലും സ്ക്രീനുകളിൽ ഒതുങ്ങിപ്പോകുന്നു. ഒരു ചെറിയ മെസ്സേജിന്റെ പേരിൽ സൗഹൃദങ്ങൾ തകരുന്നു. ഒരു ഓൺലൈൻ പോസ്റ്റിലെ കമന്റ് ഒരു കുടുംബത്തിൽ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. മൊബൈൽ നമുക്ക് ലോകം കാണിച്ചു തരുന്നുണ്ടെങ്കിലും തൊട്ടടുത്തിരിക്കുന്നവരെ കാണാൻ നമ്മെ മറപ്പിക്കുന്നു. പക്ഷെ ഇതിന്റെ മറുവശം കാണാതെ പോകരുത്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം ജോലി ചെയ്യുന്ന ഒരാൾക്ക് തന്റെ കുഞ്ഞിന്റെ ആദ്യ ചുവട് കാണാനും പ്രിയപ്പെട്ടവരുടെ ചിരി കേൾക്കാനും ഇന്ന് മൊബൈൽ ഫോൺ സഹായിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും തിരികെ കൊണ്ടുവരാൻ കഴിയുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് അമ്മയെ ദിവസവും വീഡിയോ കോളിലൂടെ കാണാൻ കഴിയുന്നു. അകന്നുപോയ കൂട്ടുകാർ ഒരു ഗ്രൂപ്പ് ചാറ്റിലൂടെ വീണ്ടും അടുക്കുന്നു. ഒരൊറ്റ വീഡിയോ കോളിലൂടെ ഒരു കുടുംബം മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്ന പ്രതീതി ഉണ്ടാക്കുന്നു. അങ്ങനെ മൊബൈൽ ദൂരങ്ങളെ ഇല്ലാതാക്കി നമ്മെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. നമ്മുടെ കൈകളിൽ മൊബൈൽ ഫോൺ ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. അത് ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ചാണ് അതിന്റെ ഫലം. ഒരു മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് അത് മറ്റൊരാളെ വിഷമിപ്പിക്കുമോ എന്ന് നാം ചിന്തിക്കണം. ഒരു പോസ്റ്റ് പങ്കുവെക്കുമ്പോൾ അത് സമൂഹത്തിൽ നല്ല സ്വാധീനം ഉണ്ടാക്കുമോ എന്ന് നാം ചിന്തിക്കണം. മൊബൈൽ ഫോൺ ബന്ധങ്ങൾ നശിപ്പിക്കാൻ മാത്രമല്ല, ശക്തിപ്പെടുത്താനും ഉപയോഗിക്കാം. നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട സമയം മൊബൈലിൽ നിന്ന് മാറ്റിവെക്കാം. ഡിജിറ്റൽ ലോകത്തിന് പുറത്തുള്ള ജീവിതത്തിന് പ്രാധാന്യം നൽകാം. മൊബൈൽ നല്ലതോ മോശമോ എന്ന് തീരുമാനിക്കുന്നത് ആ ഉപകരണമല്ല, അത് ഉപയോഗിക്കുന്ന നമ്മളാണ്. മൊബൈൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, ജീവിതം മുഴുവനല്ല. അതുകൊണ്ട് മൊബൈലിനെ ബന്ധങ്ങളുടെ മതിലാക്കി ഒരു പാലമായി മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. നന്ദി.